ഹലോ ഗായ്സ്, വെൽക്കം ടു ഫ്ലാഷ് ഗെയിമിംഗ്. ഞാനാണ് നിങ്ങളുടെ ഹോസ്റ്റ് JD. സോ ഇത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ വല്ല തെറ്റുവല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി പറയണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഫുഡ് വേണമല്ലോ, അത് നമുക്ക് ഫുഡ് കളക്കാം. നിന്നെങ്ങനെ നിർത്തോളാണ് ഇവിടെ മരമുണ്ട്, ഇതിനെ വെട്ടാം. രണ്ടെണ്ണം മതി. ഇനി പോയാൽ ഷീറ്റ്സിനെയൊക്കെ വെട്ടാം. ഇത് പറമ്പ് വേണോ? നിന്റെ അടുത്ത് അവിടെ നിൽക്കാറുണ്ടോ? ചേച്ചേ അവിടെ ഒരാട് അല്ല, ഇത് ചെറിയ ഇതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. ചെറിയ കുട്ടി നമ്മളെ പോലെ തന്നെ, വീട്ടിന് പോരില്ല, നാട്ടിന് പോരില്ല. നിന്റെ തള്ളേനെ കൊന്ന് നിന്റെ തന്ത എവിടെടാ? തന്ത എവിടെ പോടാ? അവിടെ ഉണ്ടാവേ ഇതോ നിൽക്കണ്. തന്ത അവൻ്റെ മറ്റേ ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട്. ആദ്യത്തെ കച്ചായിരുന്നു. പിന്നെ നിന്റെയും കൊല്ലാം. ചാത്ത് ഒരാടിനെ കൊട്ടാ എത്ര ഹിറ്റ് അടിക്കണം. ഇനി ഇതിനെയൊക്കെ പ്ലാങ്ക്സ് ആക്കി ക്രാഫ്റ്റിൻ്റെ കൂടെ എടുത്ത് എവിടെ വാടാ കുറച്ച് സ്റ്റിക്സ് എടുക്കാം. ഇനി ഒരു ബെഡും ഉണ്ടാക്കണം, പിക്കാക്സും ഉണ്ടാക്കണം. പിക്കാക്സ് അയ്യോ വുഡ് പോരാ, നമുക്ക് കുറച്ചുകൂടി വുഡ് വേണം. അതിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ജംഗിൾ ഭയമാണ്. ഇതുപോലെ ഗ്ലിച്ച് വല്ലതും ആണോ എന്തോ. ഇതിൻ്റെ അപ്പുറത്ത് ജംഗിൾ ഭയവും, ഇതിൻ്റെ ഇവിടെ നോർമൽ ഭയവും. രാത്രി ആകുന്നതിന് മുമ്പ് നേരത്തെ പോയി ബെഡ് ഉണ്ടാക്കിയാൽ എനിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഗാമ്പികൾ വന്ന് വളക്കം അടിക്കും. അതിന് ബെഡ് ഉണ്ടാക്കിയ ഒരു പിക്കാക്സ് ഉണ്ടാകാം. ആദ്യം പ്ലാങ്ക് ആക്കട്ടെ. ഒരു ബെഡ് മുക്കിയുമ്പെങ്കിലേ പിക്കാക്സ് അടിപൊളി. ഇനി മൈനിങ്ങിന് പോകണം. നമ്മൾ അവിടെ അടുത്തെവിടെയെങ്കിലും കേവ് ഉണ്ടായ ശുഭം. മിസ്റ്റർ കേവ്, ആർ യു ദേർ? അടച്ചോനറിയാം ഉണ്ടാവുന്നു. എന്നാലും ചുമ്മാ കറങ്ങി അടിച്ചിട്ട് വരാം. ചത്തു. മിസ്റ്റർ കേവ്, ആർ യു ദേർ? നമ്മൾ അന്വേഷിക്കുമ്പോൾ മാത്രം ഒരു കേവ് പോലും കാണൂല, അല്ലെങ്കിൽ നിറച്ചും കാണും കേവ്. മൗണ്ടൻ്റെ മണ്ടേ പോയി നോക്കാം, അവിടെയൊക്കെ കൂടുതൽ കേവ്സ് കാണണം. ഇനി ഇതിൻ്റെ മണ്ട വരെ ചാടി പോകണമല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ക്യാബ് കിട്ടി. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. എന്നിട്ട് അകത്ത് കയറാം. അങ്ങനെ നല്ല ഇടി കിട്ടും. അതാണ്ട് ഈ പുറത്ത് എവിടെ നിന്നൊക്കെ നമ്മൾ പൊട്ടുന്ന പോലെ വന്നു നമ്മൾ പിക്കാക്സ് ഒട്ടണ വരെ മൈൻഡ് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സ്റ്റാക്ക് പ്ലാങ്ക്സ് എടുത്തിട്ട് ഇവിടോട്ട് വരാം. അതാകുമ്പോൾ പിന്നെ വുഡിനാണെന്ന് ഓടണ്ടല്ലോ. കുറച്ച് ഫുഡും റെഡിയാക്കാം. ഇവിടെ തന്നെ പറക്കും പോയി കേട്ടോ. അതെന്തോ ഇതിൻ്റെ അടിയിലെല്ലാം ഉണ്ടോ? അതെന്തോ ശബ്ദം? എന്തൊരു പാടാ. ടിക്കി അങ്ങനെ എന്തൊരു ശബ്ദം കേട്ടു. നിങ്ങളെ കേട്ടില്ലേ? എന്നാലും നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യത്തിന് കളക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ഇപ്പോൾ 16 പ്ലാങ്ക്സ് ഉണ്ട്. അത് തന്നെ ധാരാളമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു പ്ലാങ്കിന് 4 8 വുഡ് എന്തരാണല്ലോ. ഇനി നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. ആദ്യം മുമ്പ് ഒരു സ്റ്റാർ ഉണ്ടാക്കാം. സ്റ്റാറിൻ്റെ വല്ല ഇരിക്കട്ടെ, പവറല്ലേ. നമുക്ക് അവിടെ പോവാം. കേവിൻ്റെ അവിടെ നിറച്ച് ജീപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു ഒറ്റ ജീപ്പ് പോലും ഇല്ല. കേവിൻ്റെ മണ്ടേ പോവാം. രാത്രി ആവാറായി അവിടെ പറ്റില്ല.
കയ്യിൽ വെച്ചേക്കാം. ആരെങ്കിലും വാമ്പി വല്ല ഫോണാ വിട്ട് തറയിട്ടിട്ട് ഉടനെ സ്ലീപ്പ് മോഡിൽ പോവാന്ന്. അതാ ഇവിടെ ഇടാം. കറക്റ്റ് സ്ഥലം. നമ്മളെപ്പോഴും ബെഡ് ഓപ്പൺ പ്ലേസിൽ വേണം ഇടാം. മരത്തിൻ്റെ താഴെ വല്ലതും ബെഡ് ഇട്ടാൽ പിന്നെ സ്കെലിറ്റൻ മരത്തിൻ്റെ താഴെ ഒളിച്ചിരിക്കും. നമ്മൾ പിന്നെ എണീക്കുമ്പോൾ അത് അടിച്ച് കിറ്റി വെച്ചത്. രാത്രിയായി, ഇപ്പോഴത്തേക്ക് നമുക്ക് കിടക്കാം. കുറച്ചുകൂടി ഫുഡ് കളക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഇവിടെ എൻ്റെ വിചാരം മാറ്റി. നമുക്ക് ബെഡ് ഇവിടെ വയ്ക്കാം. റീസ്പോൺ ഇവിടെ ആവട്ടെ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ കാര്യമുണ്ട്. ബെഡ് ഇവിടെ വെച്ചിട്ട് പോവാം. ഓ, അവിടെ 2-3 സോംബി വന്നിരിക്കുന്നു. ഒരു സോംബിയുടെ മണ്ടയിൽ സോംബിയാ. ഒരു ചിക്കൻ ചാക്കിയുടെ നെക്സ്റ്റ് വേഴ്സ്. ചാടിച്ചാടി ചെത്തോ. ഫുഡില്ല അടിച്ച് ഇപ്പൊ ചത്തേര്. എനിക്കൊരുത്തിന് പേടിയില്ല. വേണോ ഒന്ന് മേടിച്ചിട്ട് പോ. ഇവിടെ വെളിയിലും വയറില്ല, അകത്ത് തന്നെ പോകണു. അവിടെ ഫുള്ള് സോംബിയാണ്, സ്കെലിറ്റനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കേവലം ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. ടോർച്ചില്ലേ? അതായിരിക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളും കൊണ്ടുപോവാം. അല്ലോ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നാലോ. അടച്ചോനെ കത്തോളി ഒരുപാട് മാവൊന്നും ഉണ്ടായിക്കല്ലേ. ചിലന്തി പറഞ്ഞു. ഇത് കണ്ടില്ലേ? എന്താ സ്കെലിറ്റൻ? സ്കെലിറ്റൻ, ക്രീപ്പർ, സോംബി എല്ലാം ഉണ്ടല്ലോ. നമുക്ക് കേവ് വേണോ? ഞാനും പോയിക്കളാം. കണ്ടതല്ലേ. അയ്യോ, തോന്നിക്കണല്ല. ഒരൊറ്റ ഓട്ടം. അയ്യോ, ആടാ ഓടിക്കോ. പടച്ചോനെ കാത്തോളി. ഞാൻ എവിടെയോ വന്നു. എവിടെ കയറി വെച്ചിരിക്കുക. അതൊക്കെ അയറനാണ്. മൈ ഫസ്റ്റ് അയറൻ. പിക്കാക്സ് ഇല്ലാതെ ഇത്രയും ദൂരം വന്നു. പിക്കാക്സ് ഉണ്ടാക്കാം. ഇതായിരിക്കണം. സ്റ്റോൺ പിക്കാക്സ് അയറൻ പൊട്ടിച്ചോളൂ. കഷ്ടം എന്ന് വെച്ചാൽ ഇനി ഇതൊക്കെ അയറൻ ബാറാക്കി മാറ്റാൻ വേണ്ടി മുകളിൽ പോകണമല്ലോ. ഇത് ഡയറക്റ്റായിട്ട് അയറനായി ഇരുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എവിടെ പോകണമൊന്ന് പോകണം, നമുക്ക് ആവശ്യമില്ല. ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുത്തേക്കാം. ഇവിടെ മോപ്പ് കൂടുതലൊന്നും ഇല്ല. ഫുഡ് തീരെ ഇല്ല. മിക്കവാറും ഞാൻ ഈ കേവിൽ തന്നെ സമാധിയാവും. ക്രീപ്പർ കയറിക്കണം അവിടെ വരുന്നു. എനിക്ക് ഏറ്റവും ചൊറ സ്കെലിറ്റനാണ്. ദൂരം അടിച്ച് കയറ്റി കൊടുക്കും. സോംബിനെയാണെങ്കിൽ പിന്നെ അടുത്ത് വരുമ്പോൾ അടിച്ചൊക്കെ കൊന്നാൽ മതി. പക്ഷേ സ്കെലിറ്റൻ അങ്ങനെയല്ല, ദൂരം തന്നെ അടിച്ചടിച്ച് കൊല്ലും. ക്രീപ്പർ ആണെങ്കിൽ ഓടിയാൽ മതി. അപ്പോൾ അവിടെ ഇരിക്കണം കുറേ നേരം. കടന്നിടുക. വേണ്ടൊരു ഞാൻ ഒരു കോളും ഇല്ലാതെയാണ് വീഡിയോ തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഞാൻ കോള് പറയാം. എൻ്റെ കോളെന്ന് വെച്ചാൽ ഫുൾ അയറൻ ആർമർ ഉണ്ടാക്കണതാണ് എൻ്റെ ഇന്നത്തെ കോള്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും പിന്നെ ഞാൻ ഒരു ന്യൂബ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കണം എൻ്റെ കോളൊക്കെ വെച്ചാണ്. ഇതിൻ്റെ അടിയിലോട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലോട്ട് പോവാം. ഇവിടെ ഒന്നും ഇല്ലേ? ഇതിലൊക്കെ വന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ ലാസ്റ്റ് അയ്യോ എന്തൊരു ഇതാ ഇവിടെ അയറൻ ചെയ്യുന്നു. ഒരു അയറന് വേണ്ടിയാണ് ഇത്രയും ദൂരം വന്നത്. എന്തായാലും മൈൻഡ് ചെയ്ത് കൊടുക്കാം. അയ്യോ അയ്യോ ക്ലിപ്പർ ഓടിക്കോ. ഇപ്പൊ ചത്തേനെ. അയ്യോ ഇതായിരുന്നു കാലമാടന് വേറെ അങ്ങോട്ട് പോകാൻ സ്ഥലം കിട്ടിയില്ല. എൻ്റെ പ്രശ്നം ചത്ത്. എനിക്കടുത്തൊരു പേടിയില്ല. ഞാൻ എന്നാ പോണ കേവല്. ക്രിസ്ത്രീ ടോർച്ച് വെച്ചതുകൊണ്ട് കണ്ടുപിടിക്കുള്ളൂ. പോയി എന്തായാലും ഐറ്റം ഡ്രോപ്പ് ആയതിനു ശേഷം ഡിസ്പ്ലേ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ആവുമല്ലേ. അതുകൊണ്ട് പേടിക്കണ്ട. ഇതുവഴിയാണെന്ന് തോന്നണ്ട. ഞാൻ എടുക്കണ്ട ഐറ്റം. അയ്യോ ഐറനൊക്കെ എവിടെ? ഐറനൊന്നും കാണാനില്ല. ടോർച്ച് ഐറൻ തോന്നണം. ടോർച്ച് നമ്മൻ്റെ ഐറനൊക്കെ പോയാ ഇത് തുടങ്ങി. ബാങ്ക്സും താണുന്നു. ഇതിൻ്റെ അകത്തൊരു ഗെയിമുണ്ട്. ഇവിടെ അതാ അടങ്ങണം ഐറൻ. നമുക്ക് അയ്യോ വേണ്ടാ. നമുക്ക് ഐറൺ ഉണ്ടാക്കാൻ എത്ര പാറാണ് ആവശ്യം? പോടാ
മനുഷ്യന് ഈ സ്പൈഡർ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ തറ വീട് ചത്തേനെ. പാപം സഹായം ചെയ്ത് ചത്തും പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആലോചിക്കണേ ഇതിൻ്റെ താഴെ അങ്ങോട്ട് പോകാമെന്ന്. പക്ഷെ ടോർച്ചില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോകണം. എന്താ ഇവിടെ ഭാഗ്യം. എൻ്റെ അടുത്ത് ഇപ്പം മൊത്തത്തിൽ 19 iron ഉണ്ട്. ഒരു ഫുൾ ആർമർ ഉണ്ടാക്കാൻ ഇത് തന്നെ അത്യാവശ്യമായിരിക്കും. എങ്ങോട്ട് വന്നത്? ഇവിടെ HP ഒക്കെ കിടന്നു. ആർമർ ഉണ്ടാക്കണവരെങ്കിലും ചാവാതിരുന്നാൽ കൊള്ളായിരുന്നു. എവിടെ കൂടെ ഇരാ വന്നത്? ആ സൗണ്ട് വീണ്ടും കേട്ടു. ഈ സൗണ്ടൊക്കെ എവിടെ നിന്നാണോ എന്തോ പറഞ്ഞത്. എനിക്കൊന്നും അടിക്കാതിരുന്ന അയ്യോ അയ്യോ ഓടിക്കോ ഓടിക്കോ. അയ്യോ കേട്ടോ. അയ്യോ കേട്ടോ കേട്ടെ. ഇതോടെ പോവാ. ഞാൻ അതിനോട് അറിഞ്ഞൂടാ. ഇവിടെ ഗോൾഡ് ഇരിക്കുന്നു. അയ്യോ വിട്ട് ആ സ്കെലിറ്റനവിടെ ചത്തോണ്ടിരിക്കുന്നു. ഇത് തിന്നാമോ ഉണ്ട്? തിന്നു നോക്കാം. ആട്ട് കൂടണം. ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ടാ. ഫുൾ തന്നെ ഹാഫ് ഹാർട്ടിൽ. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൊള്ളാം. കോളില്ലല്ലോ. ആവശ്യത്തിനുള്ള അയൺ ആയെന്നാണ് തോന്നണത്. നമുക്കാവശ്യം ആദ്യം ഒരു ഫർണസാണ്. ഫർണസ് എവിടെ കിടക്കണം. കുറച്ചുകൂടെ ഒരു സ്റ്റോൺ നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്യാം. ഈ ഒരു സ്റ്റോണിൽ നിന്ന് ഇവിടെ മൈൻ ചെയ്യാം. സ്റ്റോൺ എവിടെ അടി? സ്റ്റോണാണോ? അയ്യോ ചാവ് ചത്ത്. ഇത് സ്റ്റോണാണ്. ഇവിടെ നിന്ന് മൈൻ ചെയ്യാം. ഓ ഇനി ആരും അതിലൊന്ന് പ്രതീക്ഷിക്കുക. ഒരു ഫർണസ് റെഡി. ഇനി ഇതിനെ മെൽറ്റ് ചെയ്യാം. അത്യാവശ്യത്തിനുള്ള ആയിട്ടാണ് ഞാൻ അടുത്ത് കൊടുത്തത്. ഒരു ഫുൾ ആർമർ ഉണ്ടാക്കാൻ എത്ര ആവശ്യമായിരിക്കും? ഇത് 5, ഇത് 3, 3, 6, 2, 8. 5ഉം 8ഉം 13. 13 × 7. അങ്ങനെയാണെങ്കിൽ 20. 20 × 4 24 അയറം വേണം. നമ്മുടെ താഴെ 19 തന്നെ ഉള്ളൂ. അപ്പം അയറം പോരാ. ഇനി വീണ്ടും മോളിൽ പോകണമല്ലോ. അവിടെ 2-3 അയറം ഉണ്ടായിരുന്നു. ആദ്യം ഇതൊക്കെ സ്മെൽറ്റ് ആവട്ടെ. ഷവർ ഡ്രോപ്പ് ചെയ്താ എവിടാ? ആരോ കിട്ടി. പ്ലാങ്ക് ചെയ്യുന്ന ബാങ്ക് വെച്ചു കൊടുക്കാം. ഇവിടെ എവിടെയെങ്കിലും അയറോ കാണും. നോക്കണം. അങ്ങോട്ടെങ്കിലും കാണും. മൊത്തം നല്ല സ്ലൈം എന്തായാലും ചാവുമല്ലോ. അവിടെ കിടന്ന് ചാവും. ഇവിടെ ഒരു അയറുണ്ട്. ദൈവമേ കൂടുതലായിരിക്കണേ. ഓ കൂടുതലുണ്ട്. ഓ ശ്വാസം എടുക്കട്ടെ. ഇത് താഴെ പോവാം. എൻ്റെ അടുത്ത് ഇനി ഇത് കഴിയും. വരുമോ മൈനിങ് പെട്ടേജ് അടിച്ചില്ലല്ലോ. വലിയ കാര്യം. മോളിപ്പോ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ചാവും.
എനിക്ക് 5 അയറേ ആവശ്യമുള്ളൂ. 6 അപ്പോഴത്തേക്ക് നമുക്ക് ഇതും കൂടി ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായി. സോ ഇത് നമ്മുടെ സർവൈവ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഞാൻ ഇതിൽ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ആദ്യമായിട്ടാണ് കളിക്കണത്. പക്ഷെ കുറേയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ തന്നെ നെതറിൽ പോകാനുള്ള കാര്യമായി. അടുത്ത എപ്പിസോഡിൽ ഞാൻ നെതറിലോട്ട് പോകും. ഇത് തീരാറായി ഫസ്റ്റ് എപ്പിസോഡ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും ഫസ്റ്റ് എപ്പിസോഡ് തീരാറായി. കാരണം ഞാൻ എൻ്റെ ഗോൾ പറഞ്ഞത് ഫുൾ അയറൺ ആർമർ ഉണ്ടാക്കാനെന്നാണ്. ഇതൊക്കെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇത് വേണോ ഇത്രയും നേരമാവും. സോ ഗൈസ്, നമ്മൾ വീഡിയോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനലിൻ്റെ ഇതാണ്. നമ്മൾ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.